താനൂരിൽ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട താമിർ ജിഫ്രിയുടെ 2 കൂട്ടാളികൾ MDMAയുമായി കൊണ്ടോട്ടിയിൽ അറസ്റ്റിൽ. കൊണ്ടോട്ടി പെരുവള്ളൂരിൽ നിന്ന് താനൂർ കാട്ടിലങ്ങാടി ചെവിടിക്കുന്നൻ ജബീർ, പെരുവള്ളൂർ കുമണ്ണ ചെനക്കൽ കവുങ്ങുംതോട്ടത്തിൽ മുഹമ്മദ് എന്നിവരെയാണ് 28 ഗ്രാം MDMAയുമായി പരപ്പനങ്ങാടി എക്സൈസ് പിടികൂടിയത്. ബുള്ളറ്റുമായി ലഹരി ഇടപാടിന് എത്തിയതിനിടെയാണ് സംഘം കുടുങ്ങിയത്. ക്രിസ്തുമസ്, ന്യൂ ഇയർ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വൻതോതിൽ രാസലഹരി എത്തുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പരപ്പനങ്ങാടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S. ഷാജിയും സംഘവും നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അരവിന്ദൻ, മിനുരാജ്, പ്രിവന്റീവ് ഓഫീസർമാരായ രജീഷ്, ദിലീപ് കുമാർ, ഷിഹാബുദ്ദീൻ, സിവിൽ എക്സൈസ് ഓഫീസർ ദിദിൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പിടിയിലായ 2 പേരും താനൂരിൽ താമിർ ജിഫ്രിക്കൊപ്പം അറസ്റ്റിലായിരുന്നവരാണ്. പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ലഹരി ഇടപാട് തുടരുകയായിരുന്നു. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. 42-കാരനായ മുഹമ്മദ് ബുള്ളറ്റ് മോഷണ കേസിലും 36-കാരനായ ജാബിർ തിരൂരങ്ങാടിയിൽ കഞ്ചാവ് ഉപയോഗിച്ച കേസിലും ഉൾപ്പെട്ടിരുന്നു. താമിർ ജിഫ്രിക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരാളായ പെരുവള്ളൂർ സ്വദേശി പള്ളിയാളി വീട്ടിൽ ആബിദിനെ വയനാട്ടിൽ കഴിഞ്ഞ വർഷം അറസ്റ്റ് ചെയ്തിരുന്നു. ബംഗളൂരുവിൽ നിന്ന് KSRTC ബസ്സിൽ ലഹരി കടത്തുന്നതിനിടെ മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിലായിരുന്നു ഇയാൾ ലക്ഷങ്ങൾ വിലയുള്ള 80 ഗ്രാമോളം MDMAയുമായി കുടുങ്ങിയത്. 2021 ഓഗസ്റ്റിലായിരുന്നു ലഹരി ഇടപാടിനിടെ പിടിയിലായ സംഘത്തിലുണ്ടായിരുന്ന താമിർ ജിഫ്രിയുടെ മരണമുണ്ടായത്. എഡിറ്റർ ലൈവ്, കൊണ്ടോട്ടി. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.